മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തോടുള്ള എതിർപ്പ് ശക്തമായി പ്രകടമാക്കിയിരിക്കുകയാണ് മെയ്തേയ് വിഭാഗം. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തണമെന്നും എംഎൽഎമാർക്ക് സഭാ നേതാവിനെ തെരഞ്ഞെടുക്കാൻ അനുവാദം നൽകണമെന്നുമാണ് മെയ്തേയ് സംഘടനകളുടെ ആവശ്യം. വംശീയ കലാപത്തിൽ ആരോപണ വിധേയനായ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് യഥാർത്ഥത്തിൽ മണിപ്പൂരിന്റെ രക്ഷയ്ക്കോ അതോ സമാധാനത്തിനോ വേണ്ടിയായിരുന്നില്ല. കോൺഗ്രസ് കൊണ്ടുവരാനിരിക്കുന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ പാർട്ടി എംഎൽഎമാർ കൂറുമാറുമെന്നായതോടെ ഗത്യന്തരമില്ലാതെയായിരുന്നു രാജി. ഒരു പിളർപ്പിൽ നിന്ന് തൽക്കാലത്തേക്ക് അത് ബിജെപിയെ രക്ഷിക്കുകയും ചെയ്തു. ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെയുണ്ടായ 5 ദിവസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു. നിയമസഭയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി. വംശീയ കലാപം പുകയുന്ന സംഘർഷഭരിതമായ മണിപ്പൂരിലെ അടുത്ത ചുവടുവയ്പിൽ എല്ലാ കണ്ണുകളും ഇപ്പോൾ ബിജെപി കേന്ദ്ര നേതൃത്വത്തിലുമാണ്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് ഉടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഗവർണർ അജയ് കുമാർ ഭല്ല CRPF IG-യെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. 60 അംഗങ്ങളുള്ള നിയമസഭയിൽ NDA സഖ്യത്തിൽ 46 MLA-മാർ ഉണ്ടായിരുന്നിട്ടും ഡൽഹിയിലും ഇംഫാലിലും BJP കേന്ദ്ര നേതൃത്വം നടത്തിയ മാരത്തൺ ചർച്ചയിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാവാത്തത് BJP-യെ തീർത്തും പ്രതിസന്ധിയിലാക്കിയിരുന്നു. മണിപ്പൂരിന്റെ ചുമതലയുള്ള BJP നേതാവ് സംബിത് പത്രയും പാർട്ടി സംസ്ഥാന പ്രസിഡന്റായ ശാരദാ ദേവിയും നേതാക്കളുമായും MLA-മാരുമായും പലവട്ടം ചർച്ചകൾ നടത്തിയ ശേഷം തീരുമാനമാകാതിരുന്നതോടെ ഗവർണർ അജയ് കുമാർ ഭല്ലയെ കണ്ട് നിലവിലെ സ്ഥിതി വിശദീകരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജ്ഞാപനമിറക്കിയത്. അതേസമയം തന്നെ രാഷ്ട്രപതി ഭരണത്തെ കുക്കി വിഭാഗം ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മാറ്റത്തേക്കാൾ നല്ലത് രാഷ്ട്രപതി ഭരണമാണ് എന്നാണ് ITLF നേതാക്കൾ പറയുന്നത്. കുക്കി വിഭാഗം മെയ്തേയ് വിഭാഗത്തെ വിശ്വസിക്കുന്നുമില്ല. അതിനാൽ തന്നെ പുതിയ മെയ്തേയ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് ആശ്വാസകരമായിരിക്കില്ല എന്നാണ് കുക്കി വിഭാഗത്തിന്റെ നിലപാട്. അതേസമയം രാഷ്ട്രപതി ഭരണത്തിന് പിന്നാലെ മണിപ്പൂരിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. 4 വിഘടനവാദികളെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. തൗബൽ, ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് വിഘടനവാദികളെ പിടികൂടിയത്. എന്നാൽ അതേസമയം തന്നെ മണിപ്പൂരിന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്. 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തെ പിഴുതെറിഞ്ഞ 2017 ശൂന്യതയിൽ നിന്നാണ് മണിപ്പൂരിൽ BJP താമര വിരിച്ചത്. വടക്കേ കിഴക്കേ ഇന്ത്യയിലേക്ക് പടർന്നു കയറിയ BJP അസമിൽ നേടിയ വിജയം മണിപ്പൂരിലും ആവർത്തിക്കുകയായിരുന്നു. 2012 ഒരു സീറ്റ് പോലും ജയിക്കാതിരുന്ന 21 സീറ്റുകൾ നേടി ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി മാറുകയും ചെയ്തു. 28 സീറ്റുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടർന്നുവെങ്കിലും അധികാരത്തിലേറാനുള്ള പിന്തുണ ഉണ്ടായിരുന്നുമില്ല. BJP മറ്റ് ചെറുപാർട്ടികളെ ഒപ്പം കൂട്ടി അധികാരത്തിലേറി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ചൂണ്ടിക്കാണിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനായ അമിത്ഷായും ചുക്കാൻ പിടിച്ച പ്രചരണത്തിലൂടെയാണ് BJPക്ക് നേട്ടമുണ്ടായത്. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ബിരേൻ സിംഗ് BJPയുടെയും ഘടകകക്ഷി പാർട്ടി MLA-മാരുടെയും സർവ്വസമ്മതനായ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. 5 വർഷത്തെ ബിരേൻ സിംഗിന്റെ ഭരണത്തിൽ മണിപ്പൂർ ജനത BJPക്ക് 2022 രണ്ടാം ഊഴവ് നൽകി. 32 സീറ്റുകളോടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാണ് ബിരേൻ സിംഗിനും BJPക്കും ലഭിച്ചത്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ പതനം പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തായി. 4ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് തകർന്നടിഞ്ഞു. എന്നാൽ ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും പൊട്ടിപ്പുറപ്പെട്ട കലാപം മണിപ്പൂരിനെയും ഒപ്പം NDA സർക്കാരിനെയും കലുഷിതമാക്കി മാറ്റി. മെയ്തേയ് വിഭാഗത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുന്നത് അടിയന്തരമായി പരിഗണിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ പട്ടികജാതി വിഭാഗക്കാരായ കുക്കി ഗോത്ര വിഭാഗക്കാരുടെ വിദ്യാർത്ഥി സംഘടനകൾ 2023 മെയ് 1 പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ഈ റാലിക്കെതിരെ മെയ്തേയ് വിഭാഗക്കാർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. പിന്നീടാണ് സംസ്ഥാനത്ത് വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ആ കലാപമാണ് ഇന്ന് രാഷ്ട്രപതി ഭരണത്തിൽ എത്തി നിൽക്കുന്നത്.